ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെപ്പോഴും കരിമീനല്ലേ പൊള്ളിക്കുന്നത്. ഇന്ന് സംഭവം ഒന്ന് മാറ്റി പിടിക്കാമോ എന്ന് കരുതി. കുറച്ചധികം ചാള കിട്ടിയിട്ടുണ്ട്, നല്ല മുട്ടയേക്കാളെ ചാളയാണ്. അപ്പോൾ ഒന്ന് പൊള്ളിക്കാമോ എന്ന് കരുതി. അപ്പോൾ എപ്പോഴും ചാളക്കറിയും ചാള വറുത്തതല്ലേ. അപ്പോൾ ഈ ചാള ഞാൻ വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. വറക്കാനുള്ളത് ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ട് പൊള്ളിക്കാനായിട്ട് നല്ല മതി, അധികമായ കൊള്ളത്തില്ല. അപ്പോൾ അതിലോട്ട് ഞാൻ ഉപ്പും മുളക് പൊടിയും 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് പെരട്ടിയെടുക്കാം. അടുത്തതായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഈ ചാള അധികം മുരിയണ്ട കേട്ടോ, ചാള ഒന്ന് വേവായാൽ മതി. നമുക്ക് പൊള്ളിക്കാനുള്ളതല്ലേ, വറക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ഇനി പൊള്ളിക്കാനായിട്ട് ഗ്രേവിക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, സവോള, പിന്നെ ഒരു അലങ്കാരത്തിന് വേണ്ടി കുറച്ച് തക്കാളി വട്ടത്തിലാട്ടോ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു ഭാഗം മുരിഞ്ഞു വന്നിട്ടുണ്ട്, അധികം മൂക്കണ്ട കേട്ടോ. മുരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം വേവായിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഈ ചാള മാറ്റി വന്നു കേട്ടോ. ഇത്രയും മുരിഞ്ഞാൽ മതി, നമ്മുടെ പൊള്ളിക്കാനല്ലേ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചട്ടി തന്നെ ബാക്കിയുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി കറിവേപ്പിലയും തക്കാളി ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വഴച്ചെടുക്കണം. ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള എണ്ണയും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ വറക്കാൻ മാത്രമല്ലേ ഉപ്പൊക്കെ ഇട്ടുള്ളൂ. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇറക്കി കൊടുക്കുക. കരിഞ്ഞു പോകാതെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. മുരിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത് ഏകദേശം വാടിയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയല്ല ഞാൻ ചതച്ചാണ് എടുത്തേക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം മുളക് പൊടി ഇട്ട് 1 സ്പൂൺ ഇട്ടുള്ളൂ, പക്ഷേ കളർ കുറവാണ്, ഇതിനും കുറവായിരിക്കും. 1 സ്പൂൺ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അധികം ആവശ്യമില്ല, കാരണം നമ്മൾ ചാള വറക്കാൻ നേരത്ത് നമ്മൾ മുളക് പൊടി ഇട്ടതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അലങ്കാരത്തിൽ വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇട്ട് കൊടുക്കാതെ. തക്കാളി വേവാകണ്ട, ചെറുതായിട്ടൊന്ന് ഉടയണമെന്ന് മാത്രം. ഏകദേശം നമ്മുടെ ഗ്രേവി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് വലിയൊരു പരിപാടി, ഇലവാട്ടൽ. എനിക്ക് അറിയത്തില്ലെന്നല്ല, കരിഞ്ഞു പോകും. ഞാൻ എപ്പോൾ ഇലവാട്ടിയാലും പൊട്ടിപ്പോവും. ഇതാ കണ്ട പൊട്ടി. ഞാൻ അടുത്ത ഇലവ് എടുത്തിട്ടുണ്ട്. ഞാൻ പതുക്കൊന്ന് വാട്ടിയെടുക്കട്ടെ കേട്ടോ. ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും പോയിട്ടില്ല, ശ്രദ്ധിച്ചെടുത്ത്. ഇനി നമുക്ക് ഗ്രേവി ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ഇതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ചാള വെച്ച് കൊടുക്കേണ്ടത്. ചാള 4 ഞാൻ പെറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഗ്രേവിയും കൂടെ വെച്ച് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് എണ്ണ ഒഴിക്കണമെങ്കിൽ വേണമെന്നുള്ളവർക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇങ്ങനെ കിഴി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത പാലിലോട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടായി നോക്കാൻ മതി കേട്ടോ. 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം. ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ആയിട്ടുണ്ടേ. ഇതാണ് നമ്മുടെ ചാള പൊള്ളിച്ചത്. നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ആ തക്കാളിയൊക്കെ അധികം എന്താണെന്ന് ചോദിച്ചാൽ വെന്തിട്ടുണ്ട്, എന്തെങ്കിലും ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. ബൈ.